ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. സോ ഗെയിമേഴ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ബേബി ഇൻ യെല്ലോ ആണ് ഗേസ്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയായിരിക്കും, അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ളൊരു ഹൊറർ ഗെയിമാണ്. സോ അപ്പോൾ നമ്മൾ ഇതാണ് കളിക്കാൻ പോകുന്നത്. സോ ഇത് ഞാൻ പണ്ട് തൊട്ടേ വിചാരിച്ചാണ് ഇത് കളിക്കണമെന്ന്. ഇപ്പോഴാണ് നല്ലൊരു ഡിവൈസിലേക്ക് കളിക്കാൻ പറ്റിയത്. സോ അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അധികം നമ്മൾ വാചകം അടിക്കുന്നില്ല, വേഗം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ നമ്മളെന്തോ ഇതിനകത്താണ് നമ്മുടെ സാധനത്തിൻ്റെ വരുന്ന ലിഫ്റ്റൊക്കെ എന്തൊക്കെയോ പോസ്റ്ററൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഗെയിമിൻ്റെ എന്താ പറയുക, ഗ്രാഫിക്സ്, അതായത് ഈ സ്റ്റൈൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. നൈസായിട്ടുണ്ട് കാണാൻ. ഓക്കെ 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 ടേക്ക് കെയർ, താങ്ക്സ്. ഓക്കെ ഫൈൻഡ് അപ്പാർട്ട്മെൻറ്റ് 10. ഓക്കെ 10 അത് 8. ഇത് 9, 10. ഓക്കെ 10. ചെക്ക് അണ്ടർ ദ പ്ലാന്റ് പോട്ട്. ഇങ്ങനെയൊന്നും ഞാൻ കാണുമ്പോൾ ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമായിട്ട് ഇത് കളിക്കുന്നത്. ഞാൻ കാണുന്ന സമയത്ത് ഒന്നും ഉണ്ടായില്ല. ഞാൻ തുറന്നു. നമ്മുടെ ചെറുക്കൻ കള്ളപ്പന്നേ. ബേബി ഇൻ യെല്ലോ ഗൈസ്. ഈ ഇൻട്രോ ഒക്കെ ഉണ്ടായിരുന്നു ഇനി സൽക്കാലം. ഇൻട്രോ ഒക്കെ നൈസായിട്ടുണ്ട്. നൈറ്റ് 1. നൈറ്റ് 1 എന്തായാലും നമുക്ക് തുടങ്ങാം ഗൈസ്. ഇത് നമ്മുടെ ചെറുക്കൻ ഗൈസ്. അപ്പോൾ ഗെറ്റ് ബോട്ടിൽ ഫ്രം ദ ഫ്രിഡ്ജ്. നമ്മുടെ പണ്ടത്തെ അതേ മിഷൻ തന്നെ, നമ്മുടെ ബേബിക്ക് പാൽ കൊടുക്കുക. അതന്നെയാണ് ബേബി സിസ്റ്ററിൻ്റെ പണി. മര്യാദയ്ക്ക് ഒരു ബേബീനെ നോക്കുക, കഴിഞ്ഞിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. ഇതൊക്കെ എന്തൊട്ടാ ഇക്കടൊക്കെ. അതെ ചെക്കൻ. ചെക്കൻ സാധിച്ചു. ഈ ഗെയിമിനകത്ത് ഈ ചെക്കന് പാൽ കുടിച്ച് അപ്പോൾ വയറിളക്കും ഗൈസ്. എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ നമ്മുടെ പുത്തൻ ഷഡ്ഡി. ഓക്കെ എൻ്റെ പൊന്നടാവേ, ഇവൻ ചേഞ്ച് ബേബി. അവൻ്റെ കണ്ണിലെ തീഷ്ണത നോക്ക് ഗൈസ്. നോക്കണണ്ട. ഇങ്ങനെ നോക്കുന്നവർക്ക് നമുക്കൊരു പരിപാടി ചെയ്യാണ്ട് ഗൈസ്. പിന്നെ നോക്കി പേടിപ്പിക്കുക. അവൻ്റെ തലയിലായില്ലടാ. നമുക്ക് വേറൊരു ദിവസം ആക്കാം. ഇങ്ങോട്ട് വാടാ. നമ്മുടെ കൈയൊക്കെ അവിടെ ഗൈസ്. എയറിലാണ്, നമ്മുടെ എയറിലാണ് ഇരിക്കുന്നത്. അവിടെ കൈയൊന്നും കാണുന്നില്ല. സ്റ്റോറിയൊക്കെ വായിച്ചു കൊടുക്കണം. പൊന്നടാവേ. സ്റ്റോറിയൊക്കെ ചെക്കനെ കുറച്ച് വായിച്ചു കൊടുത്താൽ മതി. ഇതെന്തോ പറ്റിയേ. പ്രിൻസ് ആൻഡ് ഇത് ഗൈസ്. ചെക്ക ഉറങ്ങി. ലൈറ്റൊന്നും കെടുത്തണ്ട, സ്വിച്ചൊന്നും കാണുന്നില്ല. ടി വി ആണ് ഗൈസ്. ടി വി ഗൈസ്. ഇതിനകത്ത് നമുക്ക് പറഞ്ഞിട്ടുള്ള പരിപാടി ടി വി ആണല്ലാണ്. അത് മറ്റേ അമേരിക്കക്കാരുടെ ഒരു ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സംഭവമല്ലേ. ചെക്കൻ കറഞ്ഞു തുടങ്ങി. ഈ കഥയൊക്കെ എവിടെയാണ് നടക്കുന്നത്? $4000 എന്തായാലും കൊടുത്ത് സംഭവം ഒന്നും വാങ്ങാൻ പറ്റത്തില്ല. വാതിൽ തന്നെ തുറന്നു. ഈ ചെറുക്കനെ കൊണ്ട് ഇയാളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുറാ. ഇങ്ങോട്ട് വേടേ. കരഞ്ഞോണ്ടിരിക്കണോക്ക്. ടേക്ക് ബേബി ടു ബെഡ്. പിന്നെ എന്തിനാ അവൻ വെറുതെ കരഞ്ഞേ? ചെറിയ ചെക്കനല്ലേ. പ്ലൂഷി ഇതായിരിക്കത്തുള്ളൂ ഗേസ്. കണ്ട ഈ പൂച്ച തലയിലോട്ടിട്ട് കൊടുക്കാം. മോനെ, എൻ്റെ ബുദ്ധി സീനാണ് ഗേസ്. നമ്മുടെ വീണ്ടും ടി വി കാണാൻ. ഈ ചെറുക്കനെ കൊണ്ട് ഭയങ്കര ശല്യമായില്ലേ ഗേസ്. അതിലടക്കിയൊക്കെ ഇറങ്ങിയോട്. നമുക്ക് എന്തായാലും ടി വി കാണാം. നൈറ്റ് 2 ആയി. എന്ത് പെട്ടെന്നാണ് ഈ സായത്. പ്രസ് ഹിയർ ടു സ്റ്റാർട്ട്. ചെക്കനെ കാണുന്നില്ല. ഗെറ്റ് ബോട്ടിൽ ഫ്രം ഫ്രിഡ്ജ്. ചെറുക്കനില്ലാണ്ട് എങ്ങനെ? ചെറുക്കൻ്റെ കലാവിരുദ്ധം തുടങ്ങി. അതിനകത്ത് പാലും കുപ്പി കാണുന്നില്ല. ഇതിനകത്തൊന്നും ഇല്ല. ഇതിനകത്തുണ്ടാവും.
കിട്ടി. ഇതേ എയറിൽ പറന്ന് കളിക്കുന്നു. ഓക്കെ. അതേ ചെറുക്കൻ വന്നു. കള്ളമുട്ട. ആ നാറ്റിച്ച്. ഓക്കെ. ചെറുക്കൻ്റെ കാലിനൊക്കെ എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ. ബാൻഡേജ് ഒക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ. കഴപ്പ് കാട്ടിയിട്ടാവും. കട കാട്ടിയിട്ടാവും. ഓക്കെ. ചെക്കന് സഡി ഇറങ്ങി ഓടി. കണ്ണും മൂക്കൊക്കെ വന്നു. നിക്കട. ഓക്കെ. അവിടെ എന്തൊക്കെ കാണിക്കുന്നുണ്ട്. പോയി ഇവനെ കൊണ്ട് ചെറുക്കൻ. പോയി എടാ വാതിൽ തുറന്നു. ഓക്കെ. എമർജൻസി ബ്രേക്ക് ഗ്ലാസ്. സാധാരണ മറ്റേ ഫയർ എക്സ്റ്റിങ്ക്യൂഷറൊക്കെ അല്ലേ വയ്ക്കാറ്. ഇവിടെ ഒരു കിരീടമുണ്ട്. ഒരു എന്തോ ചിക്കൻ്റെ ഡ്രോയിങ് പോർട്ടൽ. മറ്റേ ഈ ഗെയിം ഇങ്ങനെയാണ് കേസ്. ഗെയിം നിറച്ച് മിസ്റ്ററിയാണ്. സോ അതുകൊണ്ട് തന്നെ എന്തായാലും ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഓക്കെ. ചേഞ്ച് ബേബി മോനെ. ഓക്കെ. ഹായ്. ഓക്കെ. നാറ്റിച്ചില്ല. ഇതാക്കി. അവൻ്റെ കണ്ണ് കണ്ടോ കേസ് നേരത്ത്? സോ അവൻ്റെ കണ്ണിന് എന്തോ പറ്റിയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരത്ത്. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ കാണിച്ചിരുന്നു കേസ്. ഓക്കെ. ടേക്ക് എ ബേബി ടു ബാഡ്. ഓക്കെ. ഭയങ്കര ശല്യമായി കേസ്. റാബിറ്റ്. അപ്പോൾ അടുത്ത പ്രാവശ്യം റാബിറ്റ് ആയിരിക്കും കേസ്. ഉറപ്പാ. ഓക്കെ. കേസ് അപ്പോൾ റാബിറ്റിൻ്റെ കഥ തുറക്കണോ? ഒരു ഉണ്ടക്കണ്ണൻ. അത് മറ്റവൻ തന്നെ. ഓക്കെ. ആഹാ കള്ളമുട്ട. ഓക്കെ. പുട്ട് ദ കറക്റ്റ് പ്ലൂഷിയ ഈ സാധനം. ഓക്കെ. എന്നാ കൊണ്ടുപോയി തിന്ന്. ഓക്കെ. അവൻ്റെ ഇരിക്കണോ അവിടെ? ഓക്കെ. ചിരിക്കണോക്ക് ചെറ്റ. ഓക്കെ. പക്ഷെ ഇമ്മാതിരി ഡാർക്ക് കഥയൊക്കെ പറഞ്ഞു കൊടുത്ത ചെക്ക വഷളാവും ഗൈസ്. ഉമ്മാരൊക്കെ ഒക്കെ എന്തൊക്കെ ഉണ്ടാകുന്നുണ്ട്. ചെക്ക ഇത്രയ്ക്ക് കേട്ടാൽ മതി. അല്ലേലേ കിടക്കാം. ഉറങ്ങിയോ? ഓക്കെ. ക്ലോസ് ചെയ്ത് പോവാം. ചിൽ ഔട്ട്. വാച്ച് TV ഓൺ ദ സോഫ. ഓക്കെ. സോഫ. ഒരു വട്ടം അടിച്ചാൽ മതി മിസ്റ്റർ. ഓക്കെ. ചെവിക്ക് കുഴപ്പമൊന്നുമില്ല. വാലടക്കട്ടെ. അവിടെ ചെറുക്കത് വലിച്ചെറിഞ്ഞ് ഇവനെ കൊണ്ട്. ഡൈനിങ്. ഓക്കെ. ഡൈനിങ് ടേബിൾ ഇതാണ്. ചെറുക്കൻ്റെ എന്ത് പൈസ കൊടുത്ത് വാങ്ങിയതാണെന്നറിയോ? ഒരു വിലയില്ല ഒറ്റങ്ങൾക്കൊന്നും. ഓക്കെ. ഫൈനലി പീസ് ഓൺ വാച്ച് TV. ഓക്കെ. ഇതാരാ? അതായത് ഈ ഡോണറ്റ് തലയൻ. ഓക്കെ. നമ്മൾ ഉറക്കം വരുന്നുണ്ട്. നമുക്ക് ഉറക്കം വരുന്നുണ്ട്. ഉറങ്ങടോ. ഓക്കെ. നൈറ്റ് 3 ആയിരുന്നു. അതെ നൈറ്റ് 3. ഓക്കെ. ഈ നൈറ്റ് 3 തോന്നുന്നു എല്ലാ ചെക്കൻ്റെ കലാപരിപാടികളെല്ലാം തുടങ്ങുക. ഓക്കെ. വാച്ച് TV ഓൺ സോഫ. ആഹാ പൊന്നടാവ് എന്ത് ഇടിമിന്നലൊക്കെ വെട്ടി. സൗണ്ട് കുറച്ചിട്ട ഭാഗ്യല്ലേ. ഞാൻ ഞെട്ടി എണീറ്റാണ്. ഓക്കെ. ചെറുക്ക. ഓക്കെ. ചീസ് ടുഡേ. ഓക്കെ. എന്തൊക്കെയോ ചീസ്. ചീസ് ഇതിനകത്തോട്ട് എടുക്കണമല്ലേ. ചീസ്. ഇത് മറ്റേ നേരത്തെ വാങ്ങിയതല്ലേ. സ്റ്റാർട്ട് വിത്ത് ബ്രെഡ്. ഓക്കെ. ബ്രെഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ചീസ്. അയ്യോ. തുടങ്ങി കലാപരിപാടികൾ. സംഭവം തുടങ്ങി. ഓക്കെ. ഫീഡ് ദ ബേബി യു മോൺസ്റ്റർ. അവനല്ലേ മോൺസ്റ്റർ? അമ്പമ്പോ സാധനം ഉള്ളിലോട്ട് കൊണ്ടുപോയി അങ്ങ് വെച്ച്. ഓക്കെ. ചെറുക്കനെ ഞാൻ ഒരു മിന്നായം പോലെ കണ്ടു. ഓക്കെ. ഫൈൻഡ് സംതിങ് ടു ഈറ്റ്. അയാൾ എൻ്റെ കയ്യിൽ നിന്ന് മറ്റു സംഭവം കാണാനില്ല. ഇതെന്തോന്നറിയത്? തണക്കുന്നു. ഓക്കെ.
ദാണ്ട് ഏ ഓ ഇവൻ ശല്യം ഇങ്ങനെ ഇവിടെ ഞാൻ പോയിട്ട് ഞാൻ പോയിട്ട് ഇങ്ങനെ ഇത് ഓക്കെ ഇത് ആ ഓക്കെ ഓ ഞാൻ പുറത്ത് റേസ് ഓ തേന ഏയ് ഓക്കെ ഇവിടെ ഓക്കെ മതി എവിടെ ഓക്കെ ആ വീഡിയോ ഓക്കെ ഞാൻ അതേ മറ്റേ എൻഡിങ് ഒക്കെ ചെറുക്ക അവനെ മോന്തോക്ക് തരാടാ ഞാൻ നിക്ക് ഇവന് ഞാൻ കൊടുക്കാം എനിക്കിട്ട് പണി തരാൻ നിക്ക അവൻ്റെ എവിടെ വാലും കുപ്പി അയ്യോ എൻ്റെ അണ്ണാക്കിലോട്ട് വെച്ച് കയറ്റി ഓക്കെ ചെറുക്കൻ വീണ്ടും അപ്പിട്ടു ഇവനെ കൊണ്ട് അയ്യോ ഓക്കെ ചേഞ്ച് ദ ബേബി